ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ജീവിതവും മൂല്യങ്ങളും വരച്ചുകാട്ടി കലാപ്രദർശനം ഒരുക്കിയിരിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ. ഗാന്ധി ജീവിച്ചിരുന്ന വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച് തയ്യാറാക്കിയ പ്രദർശനം കാണാൻ നിരവധി പേരാണ് കൊച്ചിയിലെ ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിലേക്ക് എത്തുന്നത്. വൈദേശിക ശക്തികൾ ഇന്ത്യ വിട്ടതിനു ശേഷമുള്ള ഗാന്ധിയുടെ പോരാട്ടം ഇന്ത്യയിലെ തന്നെ വർഗീയ ശക്തികൾക്കും ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനുമെതിരെയായിരുന്നു. പരസ്പരം ഏറ്റുമുട്ടിയിരുന്ന ഒരു ജനതയെ ഇന്നു കാണുന്ന ജനാധിപത്യ റിപ്പബ്ലിക്കിലേക്ക് മാറ്റിയ കാലഘട്ടത്തിലൂടെ ഒരു യാത്രയാണ് ദർബാർ ഹാളിലെ ആർട്ട് ഗാലറിയിൽ ഒരുക്കിയിരിക്കുന്നത്. 1946 മുതൽ 1948 വരെയുള്ള ഗാന്ധിയുടെ ജീവിതം. ഈശ്വര തേരോ നാം സബ്കോ സന്മതി ദേ ഭഗവാൻ. ഈ പ്രദേശങ്ങളിലൂടെ നവഖലി ഇപ്പോൾ ബംഗ്ലാദേശിലാണെങ്കിൽ പോലും ഞങ്ങൾക്ക് അവിടെ പോകാൻ സാധിച്ചു. നവഖലിയിലൂടെയും ബീഹാറിലൂടെയും കൽക്കട്ടയിലൂടെയും ഡൽഹിയിലൂടെയും പ്രത്യേകിച്ച് ഗാന്ധി നടന്ന ആ സ്ഥലങ്ങളിലൂടെയും വഴികളിലൂടെയും ഞങ്ങൾ വീണ്ടും സഞ്ചരിക്കുകയുണ്ടായി. ആ സഞ്ചാരവും ഈ ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്രവും ചേർത്ത് വെച്ചിട്ടുള്ള ഒരു പ്രദർശനമാണ് ഇതിലുള്ളത്. എഴുത്തുകാരൻ PN ഗോപികൃഷ്ണൻ, ഫോട്ടോഗ്രാഫർ സുധീഷ് എഴുവത്ത്, ചിത്രകാരനായ മുരളി ചീരോത്ത് എന്നിവർ ചേർന്നാണ് I could not save walk with me എന്ന പേരിൽ മനോഹരമായ കലാപ്രദർശനം ഒരുക്കിയത്. ഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ പുതുക്കി ഗാന്ധി വെടികൊണ്ട് മരിച്ച സമയമായ വൈകുന്നേരം 5:17 പ്രദർശനം ആരംഭിച്ചു. എഴുത്തുകാരൻ NS മാധവൻ, പ്രൊഫസർ MV നാരായണൻ, സാഹിത്യ നിരൂപകൻ KP ശങ്കരൻ, മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമൻ എന്നിവർ ചേർന്ന് ഗാന്ധി സ്മൃതികൾക്ക് മുന്നിൽ തിരികൾ തെളിച്ച് കലാപ്രദർശനം ഉദ്ഘാടനം ചെയ്തു. മീഡിയ വൺ, കൊച്ചി.